വന്നത് നീ കണ്ടില്ലേ പുണ്ണി? സുനാമിയും കൊടുങ്കാറ്റൊക്കെ വരുന്നത് കണ്ടിട്ട് എന്താ ഫലം? നമുക്ക് തടയാൻ പറ്റും. അമ്മ എന്തേടാ പുണ്ണി? അകത്തുണ്ട്. രത്നമ്മേ, രത്നമ്മോ, മോളെ നീ എവിടെയാ? ആഹാ, അമ്മ എത്തിയോ? ഇന്നലെ പറഞ്ഞല്ലേ ഉള്ളൂ. ഞാൻ രാവിലെ തന്നെ തിരിച്ചു. യാത്രയൊക്കെ? ഓ, കരുനാഗപ്പള്ളി ആലപ്പുഴ വരെയുള്ള യാത്രയല്ലേ, കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് എത്തൂലേ? പിള്ളേരൊക്കെ എന്തേടി? ആ പുണ്യെ ഞാൻ കണ്ടായിരുന്നു, മുറ്റത്ത് പന്ത് തട്ടുന്നുണ്ട്. സൂര്യമോളോ? അവളിവിടെ എവിടെയെങ്കിലും കാണും. അപ്പുണ്ണി നീ സൂക്ഷിച്ചില്ലെങ്കിലേ പിടിവിട്ടുപോ, പറഞ്ഞേക്കാം. ജാനിയെ അവിടെ സകല നിഷേധത്തരവും അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്കെല്ലാം കൂടെ നോക്കാൻ പറ്റുമോ അമ്മേ? ഇനി ഞാൻ നോക്കിക്കോളാം. അവൾ എന്തേ ജാനി? എങ്ങാണ്ട് മാറിയിരുന്ന് പഠിക്കുക. സ്റ്റഡി ലീവ് അല്ലേ? നീ രാവിലെ അവൾക്ക് ജോലിയൊന്നും കൊടുത്തില്ലേ? കൊടുത്തതെല്ലാം അവള് തീർത്തു. പോയി പാര പൊട്ടിക്കടേന്ന് പറയാൻ പറ്റില്ലല്ലോ. സാരമില്ലടി, അത് ഞാൻ നോക്കിക്കോളാം. അതിനല്ലേ ഞാൻ വന്നത്, അവളെ പഠിപ്പിച്ച് പേഷ്കാറാക്കാൻ. എന്നാ അമ്മ ഡ്രസ് മാറിയിട്ട് വാ. ശരിയടി. എണീക്കടി മൂദേവി. നിനക്ക് പ്രായത്തിന് മൂത്തോരെ കണ്ട എഴുന്നേക്കാൻ മേലല്ലേടി? ഞാൻ കണ്ടില്ലായിരുന്നല്ലോ, ശബ്ദം കേട്ട് പേടിച്ചിട്ടാ നോക്കിയത്. ഞാൻ വന്ന് നിന്നത് നീ അറിഞ്ഞില്ലേ? ഇല്ല. ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ വന്നെന്ന്. നിനക്ക് സ്റ്റഡി ലീവ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാടി ഞാൻ വന്നത്, നിന്നെ പഠിപ്പിക്കാൻ. പാഠപുസ്തകമല്ല, വീട്ടുജോലി എങ്ങനെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചെയ്യണമെന്ന്. കരുനാഗപ്പള്ളിയില് ഞാൻ വന്ന കാലം മുതൽക്കേ പഠിപ്പിക്കാൻ തുടങ്ങിയതല്ലേ, ഇതുവരെ തീർന്നില്ലേ? ഇല്ല, ഇനിയല്ലേ വലിയ വലിയ പാഠങ്ങളൊക്കെ പഠിക്കാനുള്ളത്. കൊച്ചമ്മ പുസ്തകം താഴെ വെച്ചിട്ട് എന്റെ കൂടെ വന്നാട്ടെ. എന്തിനാ? ഞാൻ ഇവിടെ വന്ന് ഈ ജനലിൽ കൂടെ നോക്കിയിട്ട് ഒരു കുന്തവും കാണാനില്ല. എന്താ കാര്യം? പൊടി. ഈ വീട്ടിലെ സകല ജനലേലും അഴിയേലും ചട്ടത്തേലും ഒക്കെ ഒരടുക്ക് പൊടി പിടിച്ചിരിക്കുക. അതെല്ലാം ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്ക്. എക്സാം കഴിഞ്ഞിട്ട് ചെയ്താ പോരെ? പോരാ, സ്റ്റഡി ലീവിന് തന്നെ ചെയ്യണം, എന്നാലേ നീ പഠിക്കത്തുള്ളൂ. ഈ പഠിത്തത്തിന് മാർക്കിടുന്നതേ സ്കൂളിലെ ടീച്ചർമാരല്ല, ഞാനാ. തോറ്റു പോകണ്ടെങ്കിൽ നീ നന്നായിട്ട് പഠിച്ചോ. രത്നമ്മ ഇങ്ങോട്ട് വിളിക്കണോടി? വേണ്ട. ആദ്യം തോർത്തോ തുണിയെ വെള്ളത്തിൽ മുക്കി ചില്ലെല്ലാം തുടയ്ക്കണം. അത് കഴിഞ്ഞ് ഉണങ്ങിയ തുണിയെടുത്ത് തുടയ്ക്കണം. ഇന്നു മുതൽ നിന്റെ പരീക്ഷ തീരുന്നത് വരെ ഞാൻ ഉണ്ടടി ഇവിടെ. നിന്നെ ഞാൻ മൂക്കുകൊണ്ട് ഇച്ഛ വരപ്പിക്കും. എന്നാലും നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. എന്റെ തലച്ചോറ് മാന്തി കളയാനും നിങ്ങൾക്ക് പറ്റില്ലല്ലോ. പറ്റുമോ? അതിന് നീ പരീക്ഷ എഴുതിയെങ്കിലല്ലേ.